ഗാന്ധിജി കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 1917-18 കാലത്താണ് ഖാദി എന്ന ആശയം അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. ഖാദി എന്ന് പറയുന്നത് എന്താണ്? അത് സ്വദേശി, വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി, ആ സ്വദേശിയുടെ സ്വരാജ്, അതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. മാത്രവുമല്ല ലളിതമായ ജീവിതം, അതുപോലെ തന്നെ ഉയർന്ന ചിന്ത, ഇതായിരുന്നു അദ്ദേഹം ഉള്ളത്. സബർമതി ആശ്രമം സന്ദർശിച്ചവരാണ് നിങ്ങൾ പലരും. ആ സബർമതി ആശ്രമത്തിൻ്റെ ചുവരുകൾ എഴുതി വെച്ച് നിങ്ങൾ വായിക്കണം. ഈ പറയുന്ന ഖാദി എന്ന് പറയുന്നത് കേവലം ഒരു വസ്തു മാത്രമല്ല, അതൊരു മഹാ ആശയമാണെന്നാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ആശയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ തന്നെ വളരെ നോബിളായിട്ടുള്ള ആശയങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമുക്കെല്ലാം തന്നെ അറിയാം. ഖാദി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഖാദി ബോർഡ്, എല്ലാവർക്കും ഖാദി കമ്മീഷൻ, എത്ര കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ് കാലാകാലമായിട്ട് കൊടുക്കുന്നത്? അത് ഖാദിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി. ഗ്രാമങ്ങളിലെ പട്ടിണി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി എന്ന സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കാലം മാറിയിരിക്കുന്ന സത്യം മനസ്സിലാക്കണം. ഈ പറയുന്ന ഖാദി കമ്മീഷൻ തന്നെ ഇപ്പോൾ കാലാനുസൃതമായിട്ട് ഖാദിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ വില കൂടിയ ഖാദി വസ്ത്രങ്ങൾ വരുന്നുണ്ട്. കാരണം പുതിയ തലമുറക്ക് അതാണ് ആഭിമുഖ്യമെങ്കിൽ അതാവട്ടെ എന്ന രൂപത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഖാദി കമ്മീഷൻ തന്നെ ഏറ്റവും വില കൂടിയ ഖാദി അത് മാർക്കറ്റിലൊക്കെ തന്നെ ഇപ്പോൾ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരും യുവതലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ആഡംബരത്തോട് ഭ്രമമുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ തന്നെ കാലം മാറിയതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് തെറ്റു പറയുന്നില്ല. പക്ഷേ ഗാന്ധിജിയുടെ ആദർശം വളരെ വളരെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ പകർത്തണം. ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത, അതാണ് വേണ്ടത്. ഈ ഖാദിയിൽ നിന്നും മാറുന്ന ഒരു കോൺഗ്രസ് യുവത്വം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് മുല്ലപ്പള്ളി മുതൽ പ്രവീൺ വരെയുള്ളവർ ധരിച്ചിരുന്ന ഖാദിയിൽ നിന്നും മാറി ലിനനിലേക്കും മറ്റും റീൽസിലേക്കൊക്കെ മാറുന്ന ഒരു യുഗമായി കോൺഗ്രസിലെ യുവനിര മാറുന്നത് അപകടകരമായി. ഖാദിയിൽ നിന്നതും ഒന്ന് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എനിക്ക് പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് ഒരു മഹാ ആശയമാണ്. ഇന്ത്യ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. ആ ആശയങ്ങളിൽ നിന്ന് വ്യതിരിക്കുന്നു ഉണ്ടോ എന്താണ് പ്രശ്നം? ആ ആശയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രിയപ്പെട്ടവരാണ്. അവരാണ് കോൺഗ്രസിൻ്റെ കർമ്മഭടന്മാർ, കോൺഗ്രസ് നയിക്കുന്നവരാണ്. അപ്പം അവരുടെ ജീവിത രീതിക്കൊക്കെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അല്പം വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കുന്നില്ലെങ്കിൽ പോലും അത് മാത്രം ഉയർത്തി കാട്ടുന്നത് ശരിയല്ല. കോഴിക്കോടടക്കം കൂടുതൽ മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ട് 2024 UDF അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു. മുല്ലപ്പള്ളി ഉണ്ടാവുക കളത്തിൽ? ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും ചർച്ചകളൊന്നും എവിടെയും ആരംഭിച്ചിട്ടില്ല. നിങ്ങളുടെ ദേവിയായിട്ട് പല ചാനലുകളും ഇപ്പോൾ മത്സരം തുടങ്ങിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട്. ഒരു ഘട്ടത്തിലും ഒരിടത്തും ഒരു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടന്നിട്ടില്ല. ഞങ്ങളുടെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി നിർത്തത്തിനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ തവണയും അതുപോലെ തന്നെ വിന്നബിലിറ്റി അതാണ്. കഴിഞ്ഞ തവണ നോക്കിയാൽ 54 പുതുമുഖങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണമൊന്നും ആരും ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കറിയാം ആരാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്യും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി, നിലവിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ വീഴ്ച സംഭവിച്ചതും ആരോഗ്യ വകുപ്പിൽ തന്നെയാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിൽ തൃപ്തികരമാണോ പ്രതിപക്ഷം അല്ലെങ്കിൽ താങ്കൾ? അത് സാധാരണ നമ്മൾ പറയാറില്ലേ, കട്ട വസ്തു കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് കള്ളൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലെടുത്ത് ആരോഗ്യ വകുപ്പ് തന്നെയാണ്. ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കുക പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥം? പരിഹാസമല്ലേ? ജനങ്ങളെ പരിഹസിക്കേണ്ടത് വേണ്ടത് അതല്ല. പിന്നെ ഞാൻ പറയട്ടെ, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അർത്ഥശൂന്യമാണത്. അത് മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പാണത്. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ആ സംഭവത്തെ ഒരിക്കലും ന്യായീകരിക്കാനല്ലാതെ അതെ നിരാകരിക്കും ഒരിക്കലുമല്ല. അപ്പോൾ അതല്ല വേണ്ടത്, ഒരു എക്സ്റ്റേണൽ ഏജൻസി. ആ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സത്യസന്ധമായിട്ട് ഈ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വേണമെങ്കിൽ ഇപ്പോൾ പോലീസ് തന്നെ അന്വേഷിക്കണമെങ്കിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പോലീസിൽ നിന്ന് പിരിഞ്ഞവരായിട്ടില്ലേ, മുൻ DGPമാരൊക്കെ ഇല്ലേ, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആളുകളില്ലേ, ഒന്നാം തരം ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളല്ലേ, അവരെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതാണ് വേണ്ടത്. അല്ലാതെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? കോൺഗ്രസിന് ഇപ്പോൾ ക്യാപ്റ്റൻ, സോൾജിയർ, മേജർ അങ്ങനെ തരത്തിലുള്ള പലതരം വിളികൾ വരുന്നുണ്ട്. താങ്കളും KPSC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ആ വിളികൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ, ആവശ്യമുണ്ടോ വിളികളൊക്കെ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യാപ്റ്റനും മേജറും ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കോൺഗ്രസിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, കർമ്മഭടന്മാർ,
അവരുടെ ഒരു വലിയ പടനിരയാണ് ഇവിടെ വേണ്ടത്. വല്ലത് ക്യാപ്റ്റനും മേജറും തമ്മിലുള്ള പോരാട്ടമൊന്നും ഞങ്ങൾക്ക് പ്രസക്തമല്ല ഈ പാർട്ടിയിൽ. സോൾജിയേഴ്സാണ് വേണ്ടത് പാർട്ടിയിൽ. ആ സോൾജിയേഴ്സ് എത്ര 10,000 സോൾജിയേഴ്സ് ഞങ്ങൾക്കുണ്ട്. എന്തിനും വേണ്ടി തയ്യാറായിട്ടില്ല. ഒരുപാട് ആളുകൾ പാർട്ടിയോട് അങ്ങേയറ്റം പ്രതിബദ്ധത 10,000 ആളുകൾ ഉൾപ്പെടുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. പ്രത്യേകിച്ച് മഹിളകളുടെ ഇടയിൽ ഒരു വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽപ്പെട്ട ആളുകൾ ഇന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറ്റം ആവശ്യമുണ്ട്. കേന്ദ്രത്തിൽ ആവശ്യമുണ്ട്, കേരളത്തിൽ ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ കോൺഗ്രസിന് മാത്രമാണ് പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് നോക്കാനുള്ളത്?